Hi friends, welcome to our channel. Staff Selection Commission Multitasking Staff അഥവാ MTS ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപേക്ഷകൾ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതികൾ 2025 ജൂൺ 26 തുടങ്ങി 2025 ജൂലൈ 24 അവസാനിക്കും. അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ജൂലൈ 25 ആണ്. അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ജൂലൈ 29 മുതൽ ജൂലൈ 31 വരെ സമയം ലഭിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2025 സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 വരെ നടക്കും. ഏകദേശം 1075 ഹവിൽദാർ ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. MTS പോസ്റ്റിലെ ഒഴിവുകൾ ഉടൻ തന്നെ അറിയിക്കും. SC, ST, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, എക്സ് സർവീസ്മാൻ, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് നിലവിലുള്ള സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് സംവരണം ലഭിക്കും. പ്രായപരിധി 2025 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 18നും 25നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഹവിൽദാർ പോസ്റ്റിലേക്കും ചില മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കും 18നും 27നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. SC, ST വിഭാഗക്കാർക്ക് 5 വർഷം ഇളവ് ലഭ്യമാണ്. OBC-ക്കാർക്ക് 3 വർഷം, PWBD കാൻഡിഡേറ്റ്സിന് 10 മുതൽ 15 വർഷം വരെ, എക്സ് സർവീസ്മാന് സർവീസ് കാലാവധി കുറച്ച ശേഷം 3 വർഷം ഇളവ് ലഭിക്കും. ഓൺലൈൻ അപേക്ഷയിൽ നൽകുന്ന ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ ജനന തീയതിയും ഒന്നായിരിക്കണം. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അപേക്ഷ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി നോക്കാം. ഇന്ത്യൻ സിറ്റിസൺസിനും നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്കും അപേക്ഷിക്കാം. കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനായി വന്നവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സംവരണം അല്ലെങ്കിൽ പ്രായപരിധി ഇളവ് ലഭിക്കാൻ കൃത്യമായ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. OBC വിഭാഗത്തിലുള്ളവര് ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ EWS വിഭാഗത്തിലുള്ളവര് 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ വരുമാനം അടിസ്ഥാനമാക്കി 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 ഓഗസ്റ്റ് 1 എന്ന കട്ട് ഓഫ് തീയതിയിലോ അതിനു മുൻപോ ഒരു അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷയോ തത്തുല്യമോ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് വഴി പഠിച്ച ഡിഗ്രികൾ, ഡിപ്ലോമകൾ കേന്ദ്ര സർക്കാർ ജോലിക്ക് പറ്റുന്നതാണ്. പക്ഷെ അവയ്ക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെയും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെയും അംഗീകാരം ഉണ്ടായിരിക്കണം. ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ മാർക്ക് ഷീറ്റുകൾ, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ ഒറിജിനൽ ഹാജരാക്കേണ്ടി വരും. കട്ട് ഓഫ് തീയതിയിലോ അതിനു മുൻപോ എക്സാം റിസൾട്ട് പ്രഖ്യാപിച്ചുവെന്നും നിങ്ങൾ പാസ്സായി എന്നും രേഖാമൂലം തെളിയിക്കാനായിട്ട് സാധിക്കണം. തത്തുല്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നോക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ മോഡിൽ മാത്രമാണ്. SSCയുടെ പുതിയ വെബ്സൈറ്റായ ssc.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. SSCയുടെ പഴയ വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുതിയ വെബ്സൈറ്റിൽ OTR ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ്. പഴയ OTR പുതിയ സൈറ്റിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ ഒരിക്കൽ ഒരു പുതിയ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ അത് പിന്നീട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ OTR ചെയ്യുമ്പോൾ ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സംവരണമോ സ്ക്രൈബിന്റെ സഹായമോ ആവശ്യമുള്ള ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സോ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രിവ്യൂ ഓർ പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കുക. അപേക്ഷയുടെ ഒരു കോപ്പി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. വിമൻ കാൻഡിഡേറ്റ്സ്, SC, ST, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് കൂടാതെ എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അവസാന തീയതി 2025 ജൂലൈ 25 രാത്രി 11 മണി വരെ ഫീസ് അടയ്ക്കാം. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് നമ്മൾ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് ശേഷം 2025 ജൂലൈ 29 മുതൽ 2025 ജൂലൈ 31 രാത്രി 11 മണി വരെ 3 ദിവസത്തേക്ക് കമ്മീഷൻ ഒരു തിരുത്തൽ വിൻഡോ നൽകും. അപ്പോൾ എത്ര തവണ തിരുത്താമെന്ന് നോക്കാം. ഒരു കാൻഡിഡേറ്റ്സിന് ഈ സമയത്ത് 2 തവണ അപേക്ഷ തിരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഫീസ് സഹിതം അപേക്ഷ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ
തിരുത്തലുകൾ വരുത്താനായിട്ട് സാധിക്കൂ. അതേപോലെ കറക്ഷൻ ചാർജ് വരുന്നുണ്ട്. ആദ്യമായിട്ട് തിരുത്തി സബ്മിറ്റ് ചെയ്യാൻ 200 രൂപയും രണ്ടാമത് തിരുത്തി സബ്മിറ്റ് ചെയ്യാനായിട്ട് 500 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പൊ ഈ ചാർജ് എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെയാണ്. കറക്ഷൻ ചാർജുകൾ ഓൺലൈൻ മോഡിൽ മാത്രമായിരിക്കും. എക്സാം സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ പരീക്ഷാ കേന്ദ്രങ്ങളുടെ താൽക്കാലിക ലിസ്റ്റും അവ ഏത് റീജിയണൽ ഓഫീസിന്റെ കീഴിലാണെന്ന വിവരങ്ങളും നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സദേൺ റീജിയണിലും കേരളം കർണാടക റീജിയണിലും വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങൾ നോക്കാം. കേരളം ഉൾപ്പെടുന്ന കർണാടക കേരള റീജിയണിന്റെ കീഴിൽ ബാംഗ്ലൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കാവരത്തി എന്നിവയാണ് പ്രധാന പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത്. സദേൺ റീജിയണിൽ വരുന്ന പ്രധാന പരീക്ഷാ കേന്ദ്രങ്ങൾ ആന്ധ്രാപ്രദേശ്, അതേപോലെ പുതുച്ചേരി, തമിഴ്നാട്ടിലെ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, സേലം, തിരുച്ചിറപ്പള്ളി, തിരുനെൽവേലി, വെല്ലൂർ, കൃഷ്ണഗിരി തുടങ്ങിയവയാണ്. അതേപോലെ തെലങ്കാന വരുന്നുണ്ട്. തെലങ്കാനയിൽ ഹൈദരാബാദ്, വാറങ്കൽ, കരിംനഗർ എന്നിവയാണ് സദേൺ റീജിയണിൽ വരുന്ന പ്രധാന പരീക്ഷാ കേന്ദ്രങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് 3 കേന്ദ്രങ്ങളും മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ കേന്ദ്രങ്ങൾ നിങ്ങളുടെ റീജിയണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് റീജിയണിൽ നിന്നോ ആകാം. ഒരു കാരണവശാലും പിന്നീട് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അതിനാൽ അപേക്ഷിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെയും കൃത്യമായിട്ടും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. MDS പോസ്റ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. എന്നാൽ ഹവിൽദാർ പോസ്റ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും അതേപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാകും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ 45 മിനിറ്റ് വീതമുള്ള 2 സെഷനുകളായിട്ടാണ് പരീക്ഷ. സ്ക്രൈബിന്റെ സഹായം ലഭിക്കുന്നവർക്ക് ഓരോ സെഷനും 60 മിനിറ്റ് വീതം ലഭിക്കും. സെഷൻ 1 വരുന്ന സബ്ജക്ട്സ് ന്യൂമറിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ സെഷൻ 1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. സെഷൻ 2 വരുന്ന സബ്ജക്ട്സ് ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ 75 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 25 ചോദ്യങ്ങൾ 75 മാർക്ക്. ഇപ്പൊ സെക്ഷൻ 2 തെറ്റായ ഓരോ ഉത്തരത്തിനും 1 മാർക്ക് വീതം കുറയും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഉത്തരങ്ങൾ എഴുതുക. സെഷൻ 1 കഴിഞ്ഞാലുടൻ സെഷൻ 2 ആരംഭിക്കും. 45 മിനിറ്റ് കഴിയുമ്പോൾ സെഷൻ 2 അവസാനിക്കും. പരീക്ഷ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: 2 സെഷനുകളും നിർബന്ധമാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ സെഷൻ 1 സെഷൻ 2 ജനറൽ അവയർനെസ് സെഷനിലെയും ചോദ്യങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി കൂടാതെ 13 പ്രാദേശിക ഭാഷകൾ, അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഉൾപ്പെടെ ലഭ്യമായിരിക്കും. എക്സാം സിലബസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പരീക്ഷയ്ക്ക് ശേഷം കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉത്തരം ലഭ്യമാകും. ഹവിൽദാർ പോസ്റ്റിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും എങ്ങനെയാണെന്ന് നോക്കാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് 15 മിനിറ്റിനുള്ളിൽ 1600 മീറ്റർ നടക്കണം. ഫീമെയിൽ 20 മിനിറ്റിനുള്ളിൽ 1 കിലോമീറ്റർ നടക്കണം. നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെയിൽ ഉയരം 157.5 സെന്റിമീറ്റർ, അതേപോലെ ചെസ്റ്റ് 81 സെന്റിമീറ്റർ, എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫീമെയിൽ ഉയരം 152 സെന്റിമീറ്റർ, വെയിറ്റ് 48 kg. ഹോൾ ടിക്കറ്റ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ലഭിക്കും. പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പ് പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഫൈനൽ റിസൾട്ടിന് ശേഷം യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, സർക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ NOC തുടങ്ങിയ എല്ലാ ഒറിജിനൽ രേഖകളും അവയുടെ കോപ്പിയും അപ്പോൾ ഹാജരാക്കേണ്ടി വരും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഓഫീസുകളിൽ രാജ്യത്തുടനീളം നിയമനം ലഭിക്കാം. അതേപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന് രാജ്യത്തുടനീളമുള്ള വിവിധ കേഡർ കൺട്രോളിംഗ് അതോറിറ്റികളിൽ നിയമനം ലഭിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷാ ഫോമിൽ നിങ്ങൾക്ക് മുൻഗണന നൽകാനായിട്ട് സാധിക്കും. അതിന് അനക്ഷർ 16 നൽകിയിട്ടുള്ള കോഡുകൾ ഉപയോഗിച്ച് മുൻഗണനാ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക. കുറച്ച് ഓപ്ഷനുകൾ മാത്രം മതിയെങ്കിൽ ബാക്കിയുള്ള കോളങ്ങളിൽ X എന്ന് രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക, നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകൾക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ. നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത മറ്റു ഒഴിവുകളിലേക്ക് നിങ്ങളുടെ മെറിറ്റ് എത്ര ഉയർന്നതാണെങ്കിലും പരിഗണിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.